من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط اهدنا الصراط صادന് ശബ്ദമുണ്ട് اهدنا الصراط الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആമീൻ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഇന്നൊരു പാട്ട് പാടി തുടങ്ങാം അല്ലേ? മഹ്ഫൂസെ പാടിക്കോ. اللهم إلى رحمتك بك ناغت كلبي إلى نفس ضرفت عيني والشهر إني كله اللهم لا إله إلا أنت لا إله إلا أنت وحده لا شريك له اللهم إلى رحمتك بك ناغت كلبي إلى نفس ضربت عيني والشهر إني كله മാഷാ അല്ലാഹ്. ഒരാള് മാത്രമാണ് പാട്ട് പാടിയത് അല്ലെ? കഴിഞ്ഞ റമദാനിലൊക്കെ ഒരുപാട് കുട്ടികൾ പാട്ട് പാടാനായിട്ട് ഫൈറ്റ് ആയിരുന്നു. ഞാൻ പാടാന്ന് പറഞ്ഞു. ഇപ്പൊ പാട്ടുകാര് കുറവാണ് ഈ വർഷം. എന്തായാലും പിന്നെ ഇന്നലെ മീറ്റിങ്ങിൽ വന്നവർ ആരൊക്കെയാണ്? ഇന്നലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തവർ. ഓക്കെ, ആർക്കൊക്കെ പറയാൻ പറ്റുക ഇന്നലത്തെ ടോപ്പിക്സ്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്? ആരാ പറയാ? മഹ്ഫൂസ് തന്നെ തുടങ്ങും. സർജറിനെ പറ്റി അത് നമ്മള് 5 കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 5 റെസ്പോൺസിബിലിറ്റീസ്, കടമകൾ. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം ഖംസ്. അത് പറഞ്ഞപ്പോ അതിന്റെ കൂടെ പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഇയാദത്തുൽ മരീദ്, രോഗ സന്ദർശനം. അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ രോഗത്തെ പറ്റി പറഞ്ഞപ്പോ ആണ് സർജറിയെ പറ്റിയൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. അസ്സലാമലൈക്കും പറയണോ മുസ്ലിം തമ്മിൽ? ഒന്നാമത്തെ, ഒരു മുസ്ലിമിനോടുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്, കടമയാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് തിരിച്ചു പറയുന്നതിനെയാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. 5 കാര്യങ്ങളാണ്. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം ഖംസ്, റദ്ദുസ് സലാം വ ഇയാദത്തുൽ മരീദ്. ഓക്കെ, രോഗം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ്? മൂന്നാമത്തത് ഇജാബത്ത് ദഅവ. ഒരു മുസ്ലിമിനോടുള്ള കടമയാണ് ദഅവ സ്വീകരിക്കാൻ. ദഅവ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ദഅവ ഇൻവിറ്റേഷൻ സ്വീകരിക്കുക എന്നുള്ളത്. നിങ്ങൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം. നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ റമദാനിൽ നോമ്പ് തുറക്കാൻ പോയവരൊക്കെ കൈപൊക്ക്. വേറെ വീടുകളിലോ എവിടെങ്കിലും നിങ്ങളെ ആരാ വിളിച്ചത്? നാസിനെ ആരാ വിളിച്ചത്? വിളിക്കാത്ത കല്യാണത്തിന് പോയതാണോ? അല്ലല്ല, മൂത്താപ്പ വിളിച്ചിട്ടാണ്. അപ്പം വിളിച്ചോണ്ട് നമ്മൾ പോണം. പോയോ? എവിടെ പോയി? കസിന്റെ വീട്ടില് പോയായിരുന്നു, അവര് വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ വിളിക്കുക എന്നുള്ളതിനാണ് ദഅവ എന്ന് പറയാം. ഇഷാന് ആരെടുത്താ പോയത്? ഞാൻ എന്റെ എളാപ്പാന്റെ. എന്നെ വിളിച്ചണോ? ഓക്കെ, അപ്പൊ ഈ വിളിച്ചു കഴിഞ്ഞാൽ പോവാന്നുള്ളത് മര്യാദയാണ്. ഓക്കെ, അതിനാണ് ഇജാബത്ത് ദഅവ. ഒരു സൽക്കാരത്തിന് വിളിച്ചാൽ, ഒരു കല്യാണത്തിന് വിളിച്ചാൽ, ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോവാം. ഓക്കെ, പക്ഷെ അത് നല്ലതിലേക്ക് വിളിച്ചാലാണ് പോകേണ്ടത് കേട്ടോ. ചീത്ത കാര്യങ്ങളിലേക്ക് പോകണമെന്നല്ല പറയുന്നത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ പോവാം. ഒരു സ്ഥലത്ത് സൽക്കാരത്തിന് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ മാനറാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്? എന്തൊക്കെ മര്യാദകളാണ്? ഒരു സ്ഥലത്ത് ഇൻവിറ്റേഷൻ ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾക്കൊക്കെ മാനർ ഉണ്ടോ? ഓക്കെ, എങ്കിൽ എന്തൊക്കെ മാനേഴ്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ? ഓരോരുത്തർ പറ. നീ എന്താ ചെയ്യാ അവിടെ ചെന്നാല്? ആ വീട്ടിൽ ചെന്നാല് നാസിൻ എന്ത് ചെയ്യും?
സലാം പറയാം. ഓക്കെ, അതൊരു നല്ല മാനറാണ്. നമ്മൾ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയുക, പ്ലസ് സലാം ചെയ്യുക, കൈ കൊടുക്കുക, പറ്റിയ രണ്ട് കൈയൊക്കെ കൊടുക്കുക, എന്നിട്ട് അവിടെ ഉള്ള ആളുകളെ അഭിവാദ്യം ചെയ്യുക. അതായത് ഹസ്തദാനം എന്ന് പറയാ അല്ലെ, കൈ കൊടുക്കുക, സലാം പറയാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെന്താണ് ചെയ്യുന്ന ഒരു മാനർ? ആ, അവിടെ പോകുമ്പോ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക. എങ്ങനെ? പോകുമ്പോ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക. അവിടെ ആ വീട്ടിൽ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ നമ്മൾ കരുതുക, സ്വീറ്റ്സോ എന്തെങ്കിലും ഒക്കെ നമ്മൾ കരുതുക എന്നുള്ള ഒരു നല്ല കാര്യമാണ്. ഓക്കെ, നമ്മളെ അടുത്തൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കണം. വേറൊരു പിന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു, അത് യൗമുൽ ആഖിറത്തിലും വിശ്വസിക്കുന്നുവോ, അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ. അവന്റെ ഗസ്റ്റിനെ ഏറ്റവും നല്ല കിങ് എന്താ ഏറ്റവും നല്ല ഒരു രാജാവ് വീട്ടിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ രാജ്യത്തെ പ്രധാനമന്ത്രി വീട്ടിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു വലിയ പ്രധാനപ്പെട്ട, അതിനെ ഗസ്റ്റ് എന്ന് തന്നെ പറയാം, അതിഥി എന്നാ പറയാ. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഹിന്ദു വിശ്വാസത്തില് അതിഥി ദേവോ ഭവ എന്ന് പറയും അല്ലെ. അവരെ വലിയ പ്രാധാന്യം കൊടുക്കണം എന്നാണ്. അറബ് കൾച്ചറിൽ അറബികളുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞ റൂം തന്നെ ഉണ്ട് അത്രേ. ഓക്കെ, നിങ്ങളെ വീട്ടിലുണ്ടാവും ചിലപ്പോൾ ഗസ്റ്റ് റൂം. അതെന്തിനാ? ഗസ്റ്റിന് താമസിക്കാണ്. അവിടെ വേറെ ആരും താമസിക്കണമൊന്നുമില്ല. ഗസ്റ്റ് ആയിട്ട് ആരെങ്കിലും വരുമ്പോൾ അവരെ വെൽക്കം ചെയ്യാനും അവർക്ക് ഒരു 2 days വരെ അവർ എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കില്ല, അത്ര വരെ ടീം വന്നാൽ. അങ്ങനെ ഗസ്റ്റിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഗസ്റ്റ് ആയി നമ്മൾ പോണ കാര്യത്തോടൊപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഫസ്റ്റ് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതായത് തിന്നാൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ആവശ്യങ്ങളൊക്കെ നിവൃത്തി ചെയ്ത്. ഒരാള് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ നല്ല ദാഹമുണ്ട്, അപ്പോൾ വെള്ളം കൊടുക്കണം, പിന്നെ അവർക്ക് ഭക്ഷണം കഴിച്ചു വയ്ക്കണം, ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ മാനറാണ്, റൈറ്റ്? പിന്നെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആ ഗസ്റ്റിന്റെ കൂട്ടത്തിൽ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് പെരുന്നാളായിരിക്കും അല്ലെ. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ പെട്ട ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിൽ വന്ന് 2-3 ദിവസം താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് വലിയ ആഘോഷമായിരിക്കും. കാരണം നിങ്ങൾക്ക് കളിക്കാൻ ഒരാളെ കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണ് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ടോയ്സ് സ്വന്തമായിട്ടുള്ളവരൊക്കെ കൈവക്ക്. ടോയ്സ് ഉള്ളവരൊക്കെ. ഓക്കെ, ടോയ്സിന്റെ പേരുകൾ പറഞ്ഞേ. ജൗഹറിന്റെ ടോയ്സ് എന്തൊക്കെയാ? ടോയ് അല്ല, ഡിവൈസ്. കമ്പ്യൂട്ടർ ആണോ ടോയ് ആയിട്ട് പറയുന്നത്? ടാബോ? ലാപ്ടോപ്പ്. ഒരു ലാപ്ടോപ്പ് ആണ് ടോയ് ആയിട്ടും പറയുന്നത്. മഹ്ഫൂസിന്റെ എന്തൊക്കെ ടോയ്സ് ഉള്ളത്? എനക്ക് പണ്ടുണ്ടായത് ഒരു സ്കൂട്ടർ പോലത്തെ ഒരു സാധനം. എന്റെ ഉപ്പപ്പാക്ക് ഒരു ആണുണ്ടായിരുന്നു പണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ പോലെ. പണ്ട് എനിക്കൊരു സ്കൂട്ടർ ഉണ്ട്. അതല്ല, ഇപ്പൊ എന്താ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്താ ടോയ്സ് കയ്യിൽ? എല്ലാം പൊട്ടിച്ച് കളഞ്ഞില്ലേ? അങ്ങനെയല്ലേ? ഇഷാൻ എന്താ ഉള്ളത്? ഇഷാൻ മുഹമ്മദ് ഇഷാൻ. കാറുകളുണ്ട്. ഓക്കെ, അവിടെ സാലിഫ് സൽമാന്. പിന്നെ എനിക്ക് റോൾസ് റോയ്സും പിന്നെ ബെന്റ്ലിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഓക്കെ, അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാർ കേട്ടോ. അതിന്റെയൊക്കെ നോർമൽ, ചെറുത്, വലുതല്ല. ഓക്കെ, എന്താണ് റിവാൻ എന്താ ഉള്ളത്? എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ഇഷാനെ? ഇതാ ഈ കമ്പ്യൂട്ടർ, പിന്നെ ജോയ്സ്റ്റിക്ക്, കീബോർഡ്, മൗസ്, അങ്ങനത്തെ സാധനം. ജോയ്സ്റ്റിക് ആണോ എന്റെ ജീവന്? ജോയ്സ്റ്റിക് എങ്ങനെ ഒരു രാത്രി വന്നിട്ട് അലമാരയിൽ നിന്ന് ഗോൾഡും പൈസയൊക്കെ എടുത്ത് പോയാലൊന്നും ഓന് പ്രശ്നമല്ല. അവന്റെ ജോയ്സ്റ്റിക് എടുത്ത് എങ്ങനെ ഒരു കള്ളം പോയാല് കള്ളം പിന്നെ 2 കാലിൽ പോവില്ല അല്ലെ. അങ്ങനെയാണ് ഇഷാന് പറയുന്നത് അല്ലെ. അത്രയും പ്രധാനമാണ് അത്. ഓക്കെ, അതെന്താ ജൗഹറെ? ഇത് GT5. അതിങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു പാമ്പും കോണിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അല്ലെ. ഓക്കെ, ശരി. അങ്ങനെയുള്ള ടോയ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? നിങ്ങൾ അവർക്ക് ടോയ്സ് ഒക്കെ കൊടുക്കും. ടോയ്സ് കൊടുക്കുകയും അവർ നിങ്ങളെ പാർട്ണറാക്കിയിട്ട് കളിക്കാനൊക്കെ കൂട്ടും അല്ലെ. ഓക്കെ, ചില കുട്ടികൾ പിശുക്കന്മാരായിരിക്കും. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൊടുക്കൂല.
ഇതായിരിക്കും ആ ഒരു ഷോക്കേസിൽ വെച്ച് ലോക്ക് ചെയ്താളും. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വേറെ വീട്ടിൽ പോയപ്പോ ഉണ്ടായിട്ടുണ്ടോ? എന്നാ ഒന്ന് എക്സ്പീരിയൻസ് പറഞ്ഞേ. ഞാന് എന്റെ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഉം. അപ്പൊ അവിടെ ഒരു ചെക്കുണ്ട്. അപ്പൊ ഒരു നെക്കി കളിക്കണ ഒരു സാധനം ഉണ്ട്. ഉം. ഞാൻ ഇപ്പൊ തരാൻ നോക്കട്ടെ പറഞ്ഞിട്ട് ഓൻ്റെ അടുത്ത് വാങ്ങിയപ്പോ ഓനെടുത്ത് ഓടിയിട്ട് ഓന്റെ അലമാരയിൽ എടുത്തിട്ട്. വൻ ഡിമാൻഡ് അല്ലെ? ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. ചെറുപ്പത്തില് നമ്മൾ പല വീട്ടിലും പോകുമ്പോൾ അവരത് എടുത്ത് പൂട്ടി അലമാര വെച്ച് ഷോക്കേസിൽ വെച്ച് അല്ലെ അലമാര വെച്ച് ലോക്ക് ചെയ്ത് അവർ മാറി നിന്ന് കളയും. അങ്ങനെയുള്ള സ്വഭാവമുള്ളവരും ഉണ്ട്. ജവഹറിന് എന്താ അനുഭവം? അല്ല, എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ ചെയ്തതിനു. നീ അങ്ങനെ എടുത്തു വെച്ചോ? ആ, അപ്പൊ നീ പിഷ്കനല്ലേ? അങ്ങനെയല്ല. എന്റെ വീട്ടിലെ എന്റെ കസിന് ഓളെല്ലാ സാധനവും എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കുക. അപ്പൊ ഓള് വരുന്ന ദിവസം ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. അതന്നെ ചെയ്യരുത്. അതിനാണ് പിഷ്ക് എന്ന് പറയാ. ഓക്കെ, അതിനാണ് പിഷ്ക്. ബഖീൽ എന്ന് പറയാ അതിനാണ് കേട്ടാ. അത് തന്നെയാണ് സൂറത്തുൽ മാഊനിൽ പറഞ്ഞത്, വയം നഅൂനൽ മാഊൻ, ചെറിയൊരു ഉപകാരം പോലും ചെയ്യാൻ മടി കാണിക്കുന്നവർ എന്ന് പറഞ്ഞ അതാണ് കേട്ടാ. നോക്ക്, നമ്മൾ ഈ ഇസ്ലാം എന്നൊക്കെ പറയുന്ന നിസ്കാരത്തിലും നോമ്പിലും ഒതുങ്ങല്ല. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് വരണം. നോക്ക്, മുത്തഖികളുടെ 5 സ്വഭാവം പറഞ്ഞില്ലേ, നമ്മൾ ബഖറയിൽ പഠിച്ചില്ലേ? അതില് ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയ റിസ്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ റിസ്ക്. നിങ്ങൾ കുഞ്ഞുനാളിൽ ഇതേ ഷെയർ ചെയ്ത് പഠിക്കണം. നിങ്ങളിപ്പോ ഈ കുഞ്ഞു കാർ ഉരുട്ടി കളിക്കുന്ന കാറ് ഇപ്പൊ നിങ്ങൾ ഓട്ടിക്കളിക്കുന്ന പ്രായത്തില് അത് ഒരു ഫ്രണ്ട് വരുമ്പോ അവന് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലാണ് നാളെ വലിയ ആളാവുമ്പോൾ വലിയ ഇതുപോലെ റോൾസ് റോയ്സ് ഒക്കെ വലുത് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ വഴിയെ പോകുന്ന ഒരാളെ കയറ്റാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ ഇപ്പൊ അത് ചെയ്യണം. ഇപ്പോഴും അത് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. അത് വെറുതെ അല്ല, ഫ്രീ ആയിട്ടല്ല, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതായിരിക്കാലും നമുക്ക് ഷെയർ ചെയ്യാൻ. ഷെയറിങ് എന്ന് പറഞ്ഞൊരു കൾച്ചറാണ്. ഓംലെറ്റ് കേട്ടിട്ടുണ്ടോ? ബുൾസായി ഓംലെറ്റ് അല്ലെ? ഓംലെറ്റ് അല്ലെ? ഇത് നമ്മള് ചോറിന്റെ കൂടെ വീട്ടിൽ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ടിഫിനിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കും. അപ്പോ അടുത്ത ഫ്രണ്ടിന്റെ ഒറ്റ മുറിയാണ്, ഒറ്റ പീസാക്കിട്ടാ നീ പകുതി എടുത്താ കഴിച്ചോ. ഈ ഷെയറിങ് കൾച്ചർ എന്നുള്ളത് എന്തെങ്കിലും ഉച്ചക്ക് ലഞ്ചില് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ സ്കൂളിൽ നിന്ന് കഴിക്കുമ്പോൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു സാധനം ഷെയർ ചെയ്തവർ കൈപൊക്കുക. എന്താ ആതിഫ് ഷെയർ ചെയ്ത്? അത് പറയണോ? എന്താന്ന് പറയണോ? വെറുതെ പറയാൻ പറ്റില്ല. ചിക്കന്റെ പീസ് കൊടുത്ത്. പീസല്ലേ? ഒരു ഫുൾ പീസ് കൊടുത്തില്ലല്ലോ, പീസ് കൊടുത്ത്. ഞാന് മക്രോണിന്റെ കുറച്ച് കൊടുത്ത്. മക്രോണി ആകുമ്പോ കുറെ ഉണ്ടല്ലോ, ഒന്ന് വിട്ടുകൊടുത്താ കുറച്ച് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് കൊടുക്കണ എന്തിനാ അറിയോ? ചില കുട്ടികൾ കൊടുക്കുന്ന എന്തിനാ അറിയോ? നിങ്ങൾക്ക് അറിയാം? കൊടുക്കുന്നവർക്ക് അറിയാം എന്തിനാണ്. എന്തിനാ മഹ്ഫൂസെ? ഓർക്ക് തിരിച്ച് അവിടെ പ്ലേറ്റിൽ വേറെ പല ഐറ്റംസും ഉണ്ടാവും, വെറൈറ്റി നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത, അത് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ വേറെ വേറെ വെറൈറ്റി ഐറ്റംസ് കിട്ടും. ഒരു ഷെയറിങ് പരിപാടിയാണ്. ഏതുപോലെ വെച്ചാൽ ഉദയത്തിന്റെ ഇറച്ചി പോലെയാണ്. ഉദയത്തിന്റെ ഇറച്ചി ലാസ്റ്റ് എല്ലാ പള്ളിയിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ കുറെ വരിക ചെയ്യാം. നമ്മൾ അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും വരും. അതുപോലെയാ. ഇനിയിപ്പോ ഫിത്ർ സക്കാത്തിന്റെ അരിയാണ് ഇതുപോലെ സംഭവിക്കുക. നമ്മൾ പള്ളിയിൽ അരി കൊടുക്കുന്നു, പള്ളി അരി ഇങ്ങോട്ടുണ്ട് തരുന്നു. അതിലെന്ത് കാര്യം? അത് പുണ്യൊന്നുമല്ല, അത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുക വേണ്ട. നിങ്ങൾ വീട്ടിലൊക്കെ പറയണം. പള്ളിയിൽ നിന്ന് അരി വരലുണ്ടോ വീട്ടിലേക്ക്? നോമ്പിന്റെ പെരുന്നാളിന്റെ തലേന്ന് പെരുന്നാളൊക്കെ കൈപൊക്കിയേ. നിങ്ങളെ വീട്ടിൽ അരി വരലില്ലേ? പള്ളിയിൽ നിന്ന് വരലില്ലേ? ഉമ്മാനോട് പറയണോ അത് വലിയ പുണ്യമുള്ളതല്ല, അത് പുണ്യാവണമെങ്കിൽ അത് കൊടുക്കാൻ പറ, പാവങ്ങൾക്ക് കൊടുക്കാൻ പറ. അപ്പോഴാണ് നമുക്ക് പുണ്യം ഉണ്ടാവുക. അല്ലാതെ പള്ളിയത്തെ അരിയാണ് വലിയ പുണ്യം എന്ന് പറഞ്ഞ് വാങ്ങി വെക്കാനുള്ള അരി അല്ല അത്. അത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? പാവപ്പെട്ട ആളുകൾ, അന്ന് പട്ടിണി അടക്കാവുന്ന ആരും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള അരിയാണ്. അപ്പൊ അത് പോട്ടെ, നമ്മൾ കഴിക്കാതിരുന്ന വേറൊരാൾക്കത് കിട്ടും, പാവപ്പെട്ട ഒരാൾക്കത് കിട്ടും. റൈറ്റ്. അപ്പോ മൂന്നാമത്തെ കാര്യം, അതിഥിയെ ആദരിക്കുക. പിന്നെ നിങ്ങളൊരു വീട്ടിൽ ചെന്നാല് നിങ്ങൾ പറഞ്ഞു സലാം പറയും, പിന്നെ ചിരിക്കുക. ചിരിക്കുക എന്നുള്ളത് ഒരു നല്ല സ്വഭാവമല്ലേ? അല്ലേ? ഒന്ന് ചിരിച്ചേ. അങ്ങനെയാടാ ചിരിക്കല്? ശരിക്ക് ചിരിക്കേ. പല്ല് കാണിച്ചിട്ടാ ചിരിക്കുക? എത്തം ചിരിക്കുക അങ്ങനെ മങ്കി മാതിരി അല്ലെ? അങ്ങനെ ഒന്നും ചിരിക്കരുത്. ചിരിക്കുന്നത് നല്ല ചിരി സ്വതക്കയാണ്. ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ഒരു ഫേസ്, നല്ലൊരു ചിരി കൊടുത്താൽ അത് സ്വതക്കയാണ്. ഇന്നലെ പറഞ്ഞില്ല നിങ്ങളൊരു 50 പേർക്ക് സലാം പറയുന്നല്ലേ എന്ന്? അതുപോലെ സലാം വ്യാപിപ്പിക്കുന്ന പോലെ ചിരിയും
വ്യാപിക്കുക. ചിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പുതിയ ആളുകൾ കാണുമ്പോൾ ഒന്ന് ഫസ്റ്റ് ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചോ, അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാണ്. റെഡി? എല്ലാവരും ചിരിച്ചേ, സ്മൈൽ പ്ലീസ്. അപ്പൊ എന്താ സംഭവിക്കുക? 10 years 20 years ഈ ഫോട്ടോ നിൽക്കുകയാണെങ്കിൽ ആ 20 years നിങ്ങൾ ചിരിച്ചോണ്ടിരിക്കുകയാണ്. മറ്റതോ അല്ലെ? ആ ചിരിയില് അത്രയും വലിയ സ്വതക്കയാണ്. 20 വർഷം ആ ഫോട്ടോയിൽ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ അടക്കെടുക്കുകയാണ്. ഇതാണ് സ്വതക്കയാണ്. അത് ചിരി ആളുകൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ആളുകൾ നമ്മളെ കാണുമ്പോൾ ബേജാറാവേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ചിരിക്കുക എന്നുള്ളത്. പിന്നെ ആ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലെ? ഇപ്പൊ ഇഫ്താറിന് ക്ഷണിച്ചാലും കല്യാണത്തിന് വിളിച്ചാലും അവിടുത്തെ മെയിൻ പരിപാടി ഫുഡല്ലേ അല്ലെ? നിങ്ങൾ ഫുഡ് കഴിക്കാറുണ്ടോ വീട്ടിൽ? വേറെ വീട്ടിൽ ചെന്നാല് 3 രീതിയിലുള്ള ആളുകളാണ് ഉള്ളത്. നിങ്ങൾ ഏത് രീതിയാന്ന് പറ. ചിലര് അവിടെ പോയാല് വേറെ വീട്ടിൽ ചെന്നാല് മടിയായിട്ട് നാണകുണികളായിട്ട് ഷായി വന്ന് ഒന്നും തിന്നൊന്നുമില്ല, അങ്ങനെ മടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്ന് വേഗം എണീറ്റ് പോരും. ഒരു ടീം എ. ടീം ബി എന്ന് പറഞ്ഞാല് ആ ഫുഡിന്റെ മുമ്പിലെത്തിയാ പിന്നെ പരിസരം മറക്കും, പിന്നെ ഒരാളെ മൈൻഡ് ചെയ്യില്ല, അറ്റാക്ക് ചെയ്തിട്ട് തിന്നുക. അത് ആരെ വീടാണെന്നോ എന്താണെന്നോ അതൊന്നും നോക്കുക, അൺലിമിറ്റഡ് തീറ്റ അല്ലെ? അത് കൈയിട്ട് വാരി അപ്പുറത്ത് ചിക്കന്റെ പീസ് ചിലപ്പോൾ ബ്രോസ്റ്റ് കുറെ അപ്പുറത്തുണ്ടാകും, ഏന്തി മലിഞ്ഞ് കയറി അവിടെ നിന്ന് എടുത്തിട്ട് ഫീസ് എടുത്ത് കടിച്ച് പറിച്ച് ഒരു കൾച്ചറും ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള അല്ലെ? ചിലര് അത്യാവശ്യത്തിന് ഒരു മീഡിയം ലെവലില് അടുത്തു നിന്നൊക്കെ ഉള്ളതൊക്കെ ഭക്ഷണം കഴിച്ച് പോയത് മുതലാക്കിയിട്ട് തന്നെ പറയാം അല്ലെ? വരും. നീ എങ്ങനെ മെഹഫൂസെ? ഞാന് എന്താ പറയാ ആരെയും നോക്കില്ല. ആരും നോക്കില്ല. ഭക്ഷണത്തിന് മുമ്പിലെത്തിയാ പിന്നെ ആരും നോക്കില്ല. പിന്നെ അവിടെ വേറെ ഒന്നുമില്ല. ആ ടൈം പിന്നെ തീറ്റയുടെ ടൈമാണ്. അവിടെ പിന്നെ ചിരിയും കളി വർത്താനൊന്നുമില്ല, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ? ഓക്കെ, ഇഷാൻ എന്താ ചെയ്യാ? ഒന്നും തിന്നൂല. മടി, ഷൈയിലെ ആ മടിയന്മാരും മടിച്ചികളോടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങള് ഒരു വീട്ടിൽ ചെന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാണ്. അവർ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി തന്നതാണ്, നിങ്ങൾ അത് തിന്നാണ് വേണ്ടത്. അതാണ് അവരോട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മാനർ. എന്നുവെച്ചാ മഫൂസ് പറഞ്ഞാല് ഒന്നും നല്ല കണ്ണ് ചിമ്പിട്ട് എല്ലാം വാരി വെച്ച് തിന്നണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അത്യാവശ്യം തിന്നു എന്ന് നിങ്ങൾക്കും അവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ അത്യാവശ്യം തിന്നാം. അത് ഒരു കൾച്ചറാണ്. അത് അവർക്ക് ഇഷ്ടം ഉണ്ടാവുക വെച്ച്. നിങ്ങൾ വേറൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ വീട്ടിൽ ഒരു സൽക്കാരം ഉണ്ടാക്കി കുറെ ആൾക്കാർ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ മടിച്ചു നിൽക്കുക, തിന്നുന്നില്ല, നിങ്ങൾക്കത് ഫീൽ ആവില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കൊടുക്കുക. പ്ലസ് കഴിച്ച ഭക്ഷണത്തിന് താങ്ക്സ് അള്ളഹാനോട് പറയുന്നതോടൊപ്പം അവരോട് പറയാ, അയ്യോ അടിപൊളി ബിരിയാണി ഇട്ടുമ്മ, ഞാൻ ഇനിയും വരണം, എപ്പോ ഇവിടെ വിളിച്ചോളേണ്ടി ഞാൻ വരാം എന്ന് പറയുന്നതാണ് അവർക്ക് സന്തോഷം അല്ലെ? നല്ല ഭക്ഷണമാണ് എന്നുള്ള അവരോട് പറയുകയും ചെയ്യുക. ഇതാണ് നല്ല കാര്യം. ഇഷാൻ എന്താ പറയാനുള്ളത്? എനിക്കും തന്നെ പറയാനുള്ളത്. എന്ത്? ഞാന് രണ്ടാമത്തെ ടൈപ്പ് ആണ്, മൂന്നാമത്തെ ടൈപ്പ് ആണ്. എന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ നീ എല്ലാം ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നൊന്നും. ഓക്കെ, ശരി. എന്തായാലും ഇതാണ് ഭക്ഷണ മര്യാദകളുണ്ട്, മാനേഴ്സ്. അടുത്തുനിന്ന് തിന്നുക, പിന്നെ കുറെ വാരി വലിച്ച് തിന്നാതിരിക്കുക അല്ലെ? ഇപ്പൊ പ്ലേറ്റ് ഒക്കെ പാടെ ഇങ്ങനെ അളമ്പിട്ട് കൈയൊക്കെ ഇട്ടിട്ട് വാരി വലിച്ച് ബാക്കിയുള്ളവർക്ക് അറപ്പാവുന്ന രീതിയിലൊന്നും ഫുഡ് കൾച്ചർ വേണം അല്ലെ? ഈ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് തിന്നുന്നത് തന്നെ യൂറോപ്പില് ഒന്നുമില്ല, വേറെ വെസ്റ്റേൺ കൾച്ചറിലൊന്നും ഇല്ല. ഒരു സ്പൂൺ കൊണ്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ? ചൈനയിലൊക്കെ 2 വടിയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? ഈ നൂഡിൽസ് ഒക്കെ കഴിക്കുന്ന 2 വടി ഉണ്ട്, ഒരു പ്ലക്ക് ചെയ്യുന്ന 2 പ്ലക്കർ അല്ലെ? അതുകൊണ്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്തിട്ട് ഇങ്ങനെ തിന്നുക. അതെങ്ങനെയാത് 2 വടി കൊണ്ട് അങ്ങനെ പിടിച്ച് തിന്നുന്നു ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്, എപ്പോഴാണ് അവര് തിന്നുന്നത്. അതുകൊണ്ട് അല്ലെ? അതെല്ലാം ഒരു എഗ്ഗ് വരെ എടുക്കുക, അതുകൊണ്ടാ. ഒരു എഗ്ഗ് വരെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്നും അല്ലെ? ഒരു വേറെ കൾച്ചറാ. നിങ്ങൾ എത്ര എഗ്ഗ് കഴിക്കും അറ്റ് എ ടൈം? അവര് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ 4, 5, 10 ഒക്കെ എഗ്ഗ് ഇങ്ങനെ തിന്നുന്നത് കാണാം. അവരുടെ മെയിൻ ഫുഡ് എഗ്ഗാന്ന് തോന്നുന്നു. നമ്മൾ ചോറ് തിന്നുന്ന പോലെ അവർ എഗ്ഗ് കഴിക്കുന്നു. ഓക്കെ, അപ്പോ ഫുഡ് കൾച്ചർ അല്ലെ? പിന്നെ ഇറങ്ങി പോരുമ്പോഴും സലാം പറയാ. പിന്നെ അവിടുത്തെ പ്രോപ്പർട്ടി ഒന്നും കേടുവരുത്താതിരിക്കുക. സംഗതി ശരിയാണ്, നിങ്ങൾ ഗസ്റ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ നിങ്ങളുടെ അവിടുത്തെ സൈക്കിളും കാറും അല്ലെ കമ്പ്യൂട്ടർ, ഇപ്പം ഇഷാന്റെ വീട്ടിൽ ഒരുത്തം വന്നെന്ന് വിചാരിച്ചോ, ഓന് ജോയിച്ചിക്ക് സ്നേഹത്തോട് കൊടുത്തു, മറ്റോ ഫുള്ള് വയറൊക്കെ പൊരിച്ച് പൊട്ടിച്ച് കേടാക്കിയിട്ട് പോകാൻ പറ്റുമോ? അസൂയ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മള് അവിടുത്തേന്ന് മാത്രമല്ല എവിടുത്തെയും പബ്ലിക് പ്രോപ്പർട്ടി ഒരു സാധനവും കേടുവരുത്താൻ പാടില്ല. രസകരമായ ഒരു സംഭവം പറയാം, നിങ്ങൾക്ക് രസമാകുമെന്ന് അറിയില്ല. റമദാൻ ആകുമ്പോൾ എൻ്റെ നാട്ടില് ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ഇപ്പൊ നല്ല നല്ല ലൈറ്റായി. പണ്ട് ഞങ്ങൾ ചെറിയ ലൈറ്റ് ഇടുമായിരുന്നു.
ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് എല്ലാ വീട്ടിലും കയറിയിട്ട് ബക്കറ്റ് പിരിവ് നടത്തും. എന്നിട്ട് ഒരു എമൗണ്ട് കിട്ടും. എന്നിട്ട് ആ എമൗണ്ട് കൊണ്ട് എല്ലാ പോസ്റ്റ് ലൈനിലും നല്ല ഒരു CFL ലൈറ്റ് അല്ലെ സാധാ പഴയ മോഡൽ ബൾബ് ഇട്ടിട്ട് അതിനൊരു ഷെയ്ഡ് ഒരു സാധനമൊക്കെ വെച്ചെടുത്തിട്ട് ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഇട്ട് ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ 3 ലൈറ്റ് ഇട്ട് 4ാമത്തെ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ പോസ്റ്റിന്റെ അവിടെ കുറെ കുട്ടികൾ കൂടി നിൽക്കുന്നു. അപ്പൊ നമ്മൾ എന്താ വിചാരിച്ച് പോയി നോക്കുമ്പോൾ ഇവരെന്താണെന്ന് അറിയോ, ഇവർ ഷൂട്ട് വെക്കാണ്, കല്ലെടുത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കുക. ഇത് ആരാ കൊള്ളിക്കുന്ന ഓൽക്ക് ഫസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അടിച്ചോടിച്ച എല്ലാ കുട്ടികളെയും. ഇങ്ങനെയൊക്കെയുള്ള ഭ്രാന്ത മക്കളുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ആകരുത്. പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ സ്വത്താണ്, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്താണ്, അതിൽ എല്ലാവരുടെയും സ്വത്താണ്. അത് ഒരിക്കലും അത് എന്താവട്ടെ പൊതുവായിട്ടുള്ള സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഒരു കഥയിൽ കേട്ടിട്ടുണ്ട്, ഒരാള് ജപ്പാനിൽ ഒരാള് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സീറ്റിന്റെ ഇരിക്കുന്ന ചെയറിന്റെ ഒരു ഭാഗം കീറിയത് കണ്ടിട്ട് അയാള് സൂചി നൂലൊക്കെ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തായ്ലൻഡല്ലേ ഏത് ടീമാ വലിയ ഫേമസ് ആയിരുന്നു. അത് സോഷ്യൽ മീഡിയ മൊത്തം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പില് കളി കഴിഞ്ഞ് പോകുമ്പോൾ അവിടെയുള്ള മുഴുവൻ വേസ്റ്റ് ഒക്കെ ക്ലീൻ ആക്കി എല്ലാം എടുത്തിട്ടാണ് അവർ പോകുന്നത്. അത് അവരുടെ കൾച്ചറാണ്. അവരവിടെ വേസ്റ്റ് ഇതാക്കിയാൽ അവരത് ക്ലീൻ ചെയ്തിട്ട് തന്നെ പോകാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാം അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു രസകരമായ ഒരു കാര്യം ഓർമ്മ വന്നത്, എത്ര പേരുണ്ട് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വേറൊരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് തിരിച്ചിറങ്ങുന്നവര്. മനസ്സിലായില്ല? ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരാൾക്ക് അടുത്ത ആള് നെക്സ്റ്റ് പേഴ്സൺ, നിങ്ങളുടെ വീട്ടിലുള്ള അനിയനോ അനിയത്തിയോ ഉമ്മയോ വാപ്പയോ ആരെങ്കിലും പോണ്ടേ, അവർക്ക് ആ ഡോറ് പിന്നെ തുറക്കാൻ കഴിയുമോ? നിങ്ങൾ പോയി വന്നാല് മൂക്കിന്റെ ഫിലമെന്റ് അടിച്ചു പോകും അല്ലെ? എന്തുകൊണ്ടാ കാരണം? നിങ്ങളത് ക്ലീൻ ആക്കണം. നമ്മൾ ഒരു ബാത്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ബാത്റൂം എങ്ങനെ ഉണ്ടാവണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നോ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അത്തോറു ശത്രുൽ ഈമാൻ എന്ന് പഠിച്ചാൽ പോലെ അത് ചെയ്യണം അല്ലെ? അത് ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അത് ചെയ്യണം. ഇതെല്ലാം ഈ ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്യിക്കും തായ്ലൻഡ്, ജപ്പാൻ ഭാഗത്തുള്ള പാരൻസ്. അതൊക്കെ കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഒരു കഥയും കൂടെ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ലണ്ടനില് MBA ഒക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ജോലി കിട്ടി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ലിസ്റ്റ്, ടോയ്ലറ്റിന് മുമ്പിൽ പേര് എഴുതിയ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. മൺഡേ MD മാനേജിങ് ഡയറക്ടർ, ട്യൂസ്ഡേ ചീഫ് അക്കൗണ്ടന്റ് പേരും, അങ്ങനെ ഇവന് വെനസ്ഡേ ഇവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് ടോയ്ലറ്റിന് മുമ്പിൽ. ഇതെന്താ കാര്യം എന്ന് പോയി ചോദിച്ചപ്പോ എല്ലാവർക്കും ആ ഓഫീസിലുള്ള 10-12 പേർക്ക് ഈ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യാനുള്ളത്. ഓരോ ദിവസവും ടോയ്ലറ്റ് ചെയ്യാൻ അവിടെ സ്റ്റാഫ് ഇല്ല. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരാൾ ഓരോ ദിവസം ചെയ്യണം. ഓക്കെ, ഇതുപോലെ എപ്പോഴും ബാത്റൂമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടേ നമ്മൾ പുറത്ത് വരാൻ പാടുള്ളൂ. അതും ഒരു വീട്ടിൽ ചെന്നാൽ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഈ നമ്മൾ പോയി താമസിക്കാൻ വേണ്ടി വേറെ വീട്ടിൽ പോകാറുണ്ടോ? നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകാറുണ്ടോ? വിത്ത് ഫാമിലി ആവട്ടെ. വിത്ത് ഫാമിലി അല്ലാതെ പോകണമെന്ന് അഭിപ്രായമില്ല. വിത്ത് ഫാമിലി പോകുമ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ വേറൊരാളുടെ പ്രോപ്പർട്ടിയിലാണ്. ഇനി അതുകൊണ്ട് നിങ്ങൾ ഹോട്ടൽ റൂമാണ് വിചാരിച്ചു, അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമല്ലേ ഹോട്ടൽ റൂം, റെസ്റ്റോറൻറ്റിലോ ടോയ്ലറ്റ് കയറി. അപ്പൊ എങ്ങനെ? അവിടെ ഇത് തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടോയ്ലറ്റ് കയറിയിട്ടുണ്ടോ? അവിടെ പള്ളിയിൽ കയറിയിട്ടുണ്ടോ? ചില പള്ളിയിലൊക്കെ, ചില റോഡ് സൈഡൊക്കെ ഉള്ള പള്ളിയിൽ കയറി എൻ്റെ അമ്മ കയറാൻ കഴിയോ? സിഗരറ്റിന്റെ സ്മെല്ല് ഒരു ഭാഗത്ത്, അല്ലാത്ത സ്മെല്ല്, ആകെ തുപ്പിയിട്ട് ഈ ചവച്ച് തുപ്പിയിട്ട് മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, ഇലയൊക്കെ ചവച്ചിട്ട് ആട് തിന്നുന്ന പോലെ അതൊക്കെ തുപ്പിയിട്ട് അതൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. കഷ്ടമാണ്. റൈറ്റ്? ഷാൻ എന്തിനാ കൈപൊക്കെ? ഒന്നുമില്ല. വെറുതെ കൈപൊക്കരുത്. ഓക്കെ. മഹ്ഫൂസ് എന്തിനാണ്? ഞാൻ പള്ളിയിൽ പോയ ബാത്റൂമിലൊന്നും പോയലേന്. പേടിയല്ല, മടിയാണ്. അങ്ങനെ പറയും. പേടിയല്ല, മടി. സാലിഫല്ലേ? സൽമാൻ എന്താ പറഞ്ഞത്? ഒന്നും പറയില്ല. ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങുകയാണെന്ന്, അതുകൊണ്ട് ഞാൻ വിളിച്ചത്. ഓക്കെ. ശ്രദ്ധിക്ക്. അപ്പം ഇതാണ് ഒരു മുസ്ലിമിനോടുള്ള 5 ബാധ്യതകളിൽ ഒന്നാമത്തെ എന്താണ്? സലാം പറയാ, സലാം മടക്കുക, റദ്ദു സലാം.
രണ്ടാമത്തേത് ഇയാദത്തുൽ മരീദ്, രോഗ സന്ദർശനം, രോഗിയെ സന്ദർശിക്കുമ്പോൾ ചെയ്യേണ്ട മര്യാദകളും പറഞ്ഞു. പിന്നെ അതിഥി, ഗസ്റ്റ്. നിങ്ങളെ വീട്ടില് ഗസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടാണോ? നിങ്ങളെ വീട്ടിലേക്ക് ഏറ്റവും ഇഷ്ടം ആര് വരുന്നതാണ്? ആൻസർ പറഞ്ഞേ. നിങ്ങളെ കുടുംബത്തിലെ ആര് വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ആതിഫ്. ആരാടാ? ബ്രദറും സിസ്റ്ററും. ബ്രദറിന്റെ സിസ്റ്ററോ? ബ്രദറും സിസ്റ്ററും ബ്രദറും സിസ്റ്ററോ? അവർക്ക് കുട്ടികളില്ല? ഉണ്ട്, അവര് പുറത്താ. അല്ല, അവർക്ക് നിന്റെ ഏജുള്ള കുട്ടികളില്ല അവർക്ക്? എന്റെ ഏജ് അല്ല, കുട്ടികളുണ്ട്. ഓക്കെ. ഇഷാൻ ആർക്കാ? കസിൻസ്. കസിൻസ്. ജൗഹർ? റുവ. അറുവ. അറുവ നാട്ടിലല്ലേ? പിന്നെ ആരാ? പിന്നെ ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? ഹസൻ. കാക്ക. നിന്റെ കാക്ക എന്റെ വീട്ടിലില്ലേ? നിന്റെ കാക്ക എന്റെ വീട്ടിലില്ലേ? ഇല്ല, ഹോസ്റ്റലാ. ഹോസ്റ്റലിലെ കാക്ക നാട്ടിൽ വരുമ്പോ. നഷ്വ? കസിൻസ്. ഓക്കെ. അപ്പൊ കസിൻസ്, റിലേറ്റീവ്സ് അവരൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവും അല്ലെ? റൈറ്റ്. അതുപോലെ ഒരാള് നിങ്ങള് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഹാപ്പി ആവണമെങ്കിൽ ആ രീതിയിലുള്ള ക്യാരക്ടർ വേണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറണം. അപ്പോൾ അതിഥികളെ നമ്മൾ അതിഥിയായി നമ്മൾ പോകുമ്പോൾ ചെയ്യേണ്ട മാനേഴ്സും, വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ അവരെ നമ്മൾ രാജാവിനെ പോലെ പരിഗണിച്ചിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വാസപരമായി മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തം. അത് ആരായാലും ഇന്ന അതിഥി എന്നൊന്നുമില്ല, എല്ലാവരോടും നമ്മളുടെ സമീപനം ഇങ്ങനെ ആയിരിക്കണം. ഇനി അടുത്തതാണ് നാലാമത്തെ കാര്യം. എന്തായിരിക്കും നാലാമത്തെ കാര്യം? ഇജാബത്ത് ദാവ പറഞ്ഞു, ഇയാദത്തുൽ മരീദ് പറഞ്ഞു, റദ്ദുസ്സലാം പറഞ്ഞു, പിന്നെ ജനാസയെ അനുഗമിക്കുക, അതായത് മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റി. മയ്യത്ത് കണ്ടിട്ടുണ്ടോ? മയ്യത്ത് കണ്ടവരൊക്കെ കൈപോക്ക്. ഒറിജിനൽ മയ്യത്ത് കണ്ടവര്, മയ്യത്തിനെ തൊട്ടവര് കൈപോക്ക്. മയ്യത്ത് നിസ്കരിച്ചവര്, മയ്യത്ത് നിസ്കാരത്തിലെ ദുആ അറിയുന്നവര് ഇപ്പൊ ചൊല്ലിപ്പിക്കേ. 4 ചൊല്ലിപ്പിക്കും ഇപ്പൊ. ആരൊക്കെയാണ്? ജാൻ അഹമ്മദ്. പേര് വിളിക്കുമ്പോ കൈതാത്തിക്കളാ, അല്ലാതെ ഇങ്ങനെ നോക്കി പിടിക്കുക. വീഡിയോ ഓഫ് ആക്കണ്ട, വീഡിയോ ഓണാക്കി വെച്ചോ. ഓക്കെ. മയ്യത്ത് നിസ്കാരത്തിലെ 4 ദുആ അറിയില്ല? കഷ്ടമുണ്ടല്ലോ. കഴിഞ്ഞൊരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പേരൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പേരൻസ് മാത്രമല്ല, ആരെപ്പം മരിക്കുന്നു പറയാൻ പറ്റില്ല. നാളെ ഇപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചാലോ, നിങ്ങൾക്ക് അവന് അവന്റെ ഖബർ അടക്കുന്നതിന്റെ മുമ്പ് തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു ദുആ, മയ്യത്ത് നിസ്കാരത്തിലെ ദുആ. അതാണ് ഏറ്റവും പ്രധാനം. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ എന്തിന് അല്ലെ? ചെറിയ എത്ര ഫിലിം സോങ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ എത്ര പോയംസ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നുണ്ട്. ഒരു 4 ദുആ, അതും വളരെ ചെറുതാണ്. അതൊന്ന് പഠിച്ചു വെക്കുക, അത് ഉപകാരം ഉണ്ടാവും. പഠിക്കുക, എപ്പോഴും അത് മനസ്സിലോർത്ത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പം മയ്യത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാൾ പെട്ടെന്ന് മരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നെഞ്ചത്തടിച്ച് കരയേ? ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാല്, ഇഫ് ഡെഡ്, പറഞ്ഞോ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ആരാ പറയാ? ഫസ്റ്റ് കുളിപ്പിക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുത്തിട്ട് നേരെ ബാത്റൂമിൽ ഇട്ടിട്ട് ചേരിയും സോപ്പിട്ട് കുളിപ്പിക്കുകയാണോ ചെയ്യാ? മരിച്ച ഉടനെ ആദ്യം എന്താ ചെയ്യേണ്ടി? ആരാ പറയാ? ഇഷാൻ. കഫൻ ചെയ്യാ. കുളിപ്പിക്കുന്നതിന് മുമ്പ് ഇഷാനെ ഒരാൾ മരിച്ചെന്ന് കണ്ട ഉടനെ എടുത്തിട്ട് തോളിലെടുത്തിട്ട് നേരെ ബാത്റൂമിൽ ഇട്ടിട്ട് ചേരി സോപ്പിട്ട് കുളിപ്പിക്കും മയ്യത്തിനെ. മറ്റവൻ എന്താ ചെയ്യാ? കുളിപ്പിക്കൊന്നുമില്ല, നേരെ വാതിനെ കഫൻ ചെയ്ത ഫുള്ള് വയറ്റിട്ടിട്ട് കെട്ടി പൂട്ടി മൂക്കിൽ പഞ്ഞൊക്കെ കുത്തി കയറ്റി അങ്ങ് ചെയ്ത് കളയും ഇഷാന്. ഓക്കെ. നീ എന്താ ചെയ്യാ? നാദിൻ. മരിച്ചു കഴിഞ്ഞാൽ കൺപോളകൾ അടക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് കണ്ണടക്കുക എന്നുള്ളതാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കണ്ണുകളൊക്കെ മേലോട്ടായിരിക്കും ഉണ്ടാവുക. ഈ മേലോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കണ്ണ് ഇങ്ങനെ, ആ കണ്ണ് കാണുമ്പോൾ പേടിയാവും. അപ്പൊ ആ കൺപോള കുറച്ചു നേരം ഒന്ന് അടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ആ കൺപോള അങ്ങനെ തന്നെ അടിഞ്ഞു കിടന്നോളും. ഓക്കെ. പക്ഷെ അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ കൈ കാലും പല മോഡലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ മരിക്കുന്ന സമയത്ത്. അതൊന്ന് നേരെ ആക്കി വെക്കുക, സ്ട്രൈറ്റ് ആക്കിയിട്ട് വെക്കുക. 2 കാലും ചേർത്ത്
തള്ളവിരലില്ലേ, കൈയിന്റെ അല്ല കാലിന്റെ തള്ളവിരലില്ലേ, തടിച്ച വിരല്, അത് രണ്ടും ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു ചെറിയ ത്രെഡ് കൊണ്ട് ഒരു നൂലുകൊണ്ട് കെട്ടിയിടുക. ഓക്കെ, ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാല്, അല്ലെങ്കിൽ കാലൊക്കെ ഇങ്ങനെ കിടക്കും, ഒരു കാലം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അത് പിന്നെ പൊട്ടിക്കേണ്ടി വരും, എല്ല് പൊട്ടിക്കേണ്ടി വരും, കാരണം അത് സെറ്റായി പോകും, നമ്മളെ ഐസൊക്കെ സെറ്റ് ആവുന്നില്ലേ, അതുപോലെ ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ ശരീരം സെറ്റായി പോകും മരിച്ചു കഴിഞ്ഞാൽ. അപ്പം പേടിച്ച് വാവിട്ട് കരയാതെ ആദ്യം ചെയ്യേണ്ടത് കണ്ണടച്ചു കൊടുക്കുക, കാല് കെട്ടിയിടുക, കൈയൊക്കെ നേരെയാക്കി സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ച് സ്ട്രൈറ്റ് ആക്കുക, എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു വൈറ്റ് തുണി എടുത്തിട്ട് മൂടി വെക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. പിന്നെയാണ് കുളിപ്പിക്കാൻ എടുക്കലൊക്കെ അല്ലെ. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കഫൻ ചെയ്ത് ഒരു മയ്യത്ത് ഇനിയിപ്പം ഒരു മയ്യത്ത് മരിച്ചാൽ ആ മയ്യത്തിനെ വിത്തിൻ 1 hour, 1 മണിക്കൂർ കൊണ്ട് ആ മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കുടുംബക്കാരാണ് ഈ ലോകത്തെ ഏറ്റവും നമ്പർ 1 കുടുംബക്കാർ. മനസ്സിലായോ? 1 മണിക്കൂർ കൊണ്ട് മയ്യത്തിനെ ഖബറിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ അവരാണ് ഏറ്റവും നല്ല കുടുംബക്കാര്. സൗദി രാജാവ് മരിച്ചാലും യുഎയിലൊക്കെ വലിയ വലിയ കുടുംബങ്ങളിലൊക്കെ മരിച്ചാലും വിത്തിൻ 1 hour അവിടെ അതിന് മത്സരമാണ്, ഇത്രയും പെട്ടെന്ന് ഖബറിലെത്തിക്കാനാണ് അവർ നോക്കുക. അതാണ് അതിന്റെ ഏറ്റവും പ്രയോറിറ്റി. പ്ലസ് ആ മയ്യത്തിന്റെ മുഴുവൻ കടങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുക. ഓക്കെ, ആ ഇനി ആരാണ്? ഹസന്. ഇതിൽ അഞ്ചാമത്തെ കാര്യം എന്താ പറയട്ടെ? അഞ്ചാമത്തെ എന്താണ് പറയട്ടെന്നാ? അഞ്ചാമത്തെ പറഞ്ഞു, സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക. അതില് വരുന്നുണ്ട്, അത് 6 വരുന്നതിൽ ഒന്നാണത്. 2 ഹദീസ് ഉണ്ട് ഇതിൽ, അതിലൊന്നാണ് സതുപദേശം കൊടുത്താൽ ഉപദേശം കൊടുക്കുക എന്നുള്ളത്. ഗുഡ്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ടോപ്പിക്കില് മയ്യത്ത് കാണാൻ പോയാല് സുന്നത്താണോ ഫർലാണോ കറാഹത്താണോ? മയ്യത്ത് കാണൽ സുന്നത്താണോ ഫർലാണോ? നവറിന് എന്താ പറയണേ? സുന്നത്ത്. വേറെ ആർക്കും ഒപ്പീനിയൻ ഉള്ളത്? ജി എന്താ പറഞ്ഞത്? ജഹർ പറഞ്ഞ ഫർലാണ്. മയ്യത്ത് ഒരാൾ മരിച്ചാലും മയ്യത്ത് കാണൽ ഫർലാണ്. മിൻഷ എന്താ പറയുന്നത്? സുന്നത്ത്. ഹസൻ എന്താ പറയുന്നത്? സുന്നത്ത്. മഹ്ഫൂസ് എന്താ പറയുന്നത്? നമ്മളെ അടുത്താണെങ്കിൽ പോണം, പക്ഷെ കുറച്ച് അങ്ങാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ സുന്നത്താണോ ഫർലാണോ? അടുത്താണെങ്കിൽ ഫർള്. സുന്നത്താന്നുള്ളവര് ലെഫ്റ്റ് ഹാൻഡ് കാണിക്കും, ഫർലാന്നുള്ളവര് റൈറ്റ് ഹാൻഡ് കാണിക്കും. സുന്നത്തുമാണ് ഫർളുവാണെന്നുള്ളവര് ഇങ്ങനെ കാണിക്കും. ഇനി ഞാൻ കാണിക്കട്ടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ഞാൻ കാണിക്കാൻ പോവാണേ. ഞാൻ കാണിച്ചു കഴിഞ്ഞ്, സുന്നത്തും അല്ല ഫർളും അല്ല. ഓക്കെ, മയ്യത്ത് കാണലല്ല, മയ്യത്ത് നിസ്കരിക്കലാണ് സുന്നത്തായ കാര്യം. റൈറ്റ്? മയ്യത്ത് കാണുക എന്നുള്ള ഒരു പരിപാടി ഇസ് നോട്ട് ഇസ്ലാമിക് കൾച്ചർ, അതൊരു ഹിന്ദു ക്രിസ്ത്യൻ കൾച്ചറാണ്, ഇറ്റ്സ് നോട്ട് ഇസ്ലാം. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ എക്സിബിഷൻ ഐറ്റം ആക്കിയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഷ്ടമുണ്ട്, അവരെ ഇങ്ങനെ ക്യൂ നിർത്തി ആളുകൾ വന്ന് നോക്കി, ഒരാൾ നോക്കി ഒരാൾ നോക്കി. നിങ്ങൾ എക്സിബിഷന് കാണാൻ പോയിട്ടുണ്ടോ? ഡെഡ് ബോഡി എക്സിബിഷൻ. നാട്ടിലെ മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് ആണുങ്ങൾ മരിച്ചാൽ പെണ്ണുങ്ങൾ മുഴുവനും കാണാൻ വരും, പെണ്ണുങ്ങൾ മരിച്ചാൽ ആണുങ്ങൾ മൊത്തം കാണാൻ വരും, ബംഗാളികൾ വരെ വരും, ബംഗാളികൾ, പിന്നെ അണ്ണാച്ചികള്, ഇവരൊക്കെ അവരൊക്കെ മയ്യത്ത് കാണാൻ വരും. അടുത്തുള്ളവര് ഹിന്ദുക്കളും ക്രിസ്ത്യാനും മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കാണും. ഇറ്റ്സ് ഓക്കെ. ഒരാൾ മരിച്ചു, ആര്? നിങ്ങളുടെ തൊട്ട അനിയൻ മരിച്ചു, ഒറ്റക്കാക്ക മരിച്ചു, അല്ലെ ഉമ്മ മരിച്ചു, നിങ്ങളൊന്ന് അവസാനം നോക്കുന്നു കാണുന്നു, അല്ലെ നിങ്ങളെ കുടുംബക്കാര് മരിച്ചു കാണുന്നു, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് പബ്ലിക് മുഴുവൻ ജനങ്ങളും വന്ന് മയ്യത്ത് കാണാൻ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഗുഡ്. അതൊരു നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് ആക്സിഡന്റിലൊക്കെ മരിച്ച ആളുടെ മയ്യത്തൊക്കെ ഇവിടൊക്കെ ഇങ്ങനെ അളിഞ്ഞ്, ഇവിടൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ പുറത്തേക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ വന്ന് ആൾക്കാർ കാണേണ്ട എന്ത് കാര്യമുള്ളത്? എന്തിനാണ് ഇങ്ങനെ മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നത്? എന്താ എക്സിബിഷൻ ആയിട്ടോ? എന്റെ വല്യമ്മാന്റെ മയ്യത്തിന് നിസ്കാരത്തിന് ഞാനാ ഇമാമ നിന്നത്. ഞാൻ എന്റെ വല്യമ്മ മരിച്ച ശേഷം മയ്യത്ത് കണ്ടിട്ടില്ല. ഞാൻ എറണാകുളത്തായിരുന്നു, ഇവിടെ തിയോത്തിരി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കണ്ടതല്ലേ. പിന്നെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരാൾ ചോദിച്ചു എന്നോട്, അയച്ച് കാണിച്ചു തരണം. എന്തിനാ കാണുന്നത്? ഇപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗുണം ഉണ്ടായത്, ലാസ്റ്റ് ഞാൻ വല്യമ്മാനെ കണ്ട് അവസാനമായിട്ട് ഉമ്മക്ക് കൊടുത്ത് അവസാനമായിട്ട് കെട്ടിപ്പിടിച്ച ഒരു സമയം ഉണ്ടല്ലോ, അതെന്റെ മനസ്സിൽ എപ്പോഴും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ മയ്യത്തിന്റെ മനസ്സിലില്ല. അതാണ് ഒരു കണക്കിന് നല്ലത് അല്ലെ? ഓക്കെ, അതാണ് ബെസ്റ്റ് എന്ന് കരുതി നാളെ മുതൽ ഏതോ ഒരാൾ മരിച്ചു,
അല്ലെ? നാട്ടിലേതോ ഒരു അബൂബക്കറാജി മരിച്ചു, നിങ്ങൾ ഓടി സൈക്കിൾ എടുത്ത് ഓടി മയ്യത്ത് കാണാൻ വേണ്ടി പോകേണ്ടതല്ല, നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ടാണ്? പള്ളിയിലേക്കാണ് മയ്യത്ത് നിസ്കരിക്കാൻ. സ്ത്രീകൾക്ക് അവിടെ വീട്ടിൽ സൗകര്യം ഉണ്ട്, വീട്ടിൽ നിന്ന് തന്നെ മയ്യത്ത് നിസ്കരിക്കാനാണ്, ദുആ ചെയ്യാനാണ് ചെയ്യേണ്ടത്. അതാണ്. പിന്നെ പിന്നെ അനുബന്ധ പിന്നെ ക്രിയകളൊക്കെ ചെയ്യില്ലേ, അതായത് ശേഷക്രിയകൾ എന്ന് പറയില്ലേ, ഖബറടക്കുക, ഖബറില് 3 പിടി മണ്ണ് വാരിയിടുക, ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുക, വേണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഖബറിന്റെ അടുത്ത് പോയവര് കൈപൊക്കി, ഖബറിന്റെ അടുത്ത് പോയി നിന്നവരും ഖബറടക്കുമ്പോ ആണുങ്ങളെ പോയിണ്ടാവില്ല, പെണ്ണുങ്ങൾ പോയിണ്ടാവില്ല. പെണ്ണുങ്ങളാണ് ശരിക്കും പോകേണ്ടത് അല്ലേ? ആണുങ്ങളും ഓക്കെ. ഖബറിന്റെ ഷേപ്പ് കണ്ടില്ല, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുക, ചെരിച്ചിട്ടാ കിടത്തുക അല്ലെ? കിടത്തുമ്പോ നമ്മളെ കഫം കൂടെ വായിച്ചിട്ട് നമ്മുടെ മുഖമല്ലേ അത് മണ്ണിലേക്ക് കുത്തി വെക്കും, വേഗം മണ്ണായി പോവാൻ. ഓക്കെ. പിന്നെ ഖബറിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളും പ്രോസസ്സിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പിന്നെ പറഞ്ഞ അതിലേക്ക് കടക്കണില്ല. അപ്പോൾ ഇതാണ് ജനാസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട. പിന്നെ ഒരു മരണ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം ചിലപ്പോൾ അവർക്ക് ഫുഡൊന്നും ഉണ്ടാവില്ല, അവർ ഫുഡ് ഉണ്ടാക്കാനുള്ള മൈൻഡിലായിരിക്കും. നിങ്ങൾ അയൽവാസി നൈബറാന്ന് വിചാരിച്ചോ, അവർക്ക് ഫുഡൊക്കെ കൊണ്ടുകൊടുക്കുക. അവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ കസേരയൊന്നും ഇല്ല, ഗസ്റ്റ് ഒരുപാട് വരും, നിങ്ങളെ വീട്ടിലെ കസേര ചെയറൊക്കെ എടുത്ത് കൊണ്ടുകൊടുക്കുക. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങൾ ഹെൽപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പം ചില വീട്ടിൽ കഫൻ, ഇപ്പം പറഞ്ഞില്ലേ കഫൻ ചെയ്യാനുള്ള ഡ്രസ്സ് ഉണ്ടാവില്ല, അത് പോയിട്ട് വാങ്ങിക്കൊണ്ടു കൊടുക്കുക. ഇതൊക്കെ പിന്നെ രസകരമായ ഒരു സംഗതിയാണ് അല്ലെ? ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഈ ഭൂമിയില് പിന്നെ സ്വന്തം കഫൻ ആരെങ്കിലും പോയിട്ട് വാങ്ങിയിട്ടുണ്ടാവോ? സ്വന്തം കഫൻ പുടവ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവോ? ഇല്ലല്ലോ. ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് പകരം കഫൻ പുടവ എടുത്താലോ? എത്ര പേര് റെഡി ഉണ്ട്? കൈപൊക്കെ. ജൗഹർ കഫൻ പുടവ, നീ കഫൻ പുടവ വാങ്ങാ? അല്ല, ഒരു ഡൗട്ട് ഉണ്ട്. പാരന്റ്സ് വെക്കിനി എന്താ ചാവാൻ പോവാണോ, മരിക്കാൻ പോവാണോ? ഓക്കെ. അത് അതിന്റെ ജെന്യൂനിറ്റി എന്താ, സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഫൻ പുടവ ശരിക്കും ആരെങ്കിലും ഒക്കെ ആയിരിക്കും പോയി വാങ്ങുക. ആരാ വാങ്ങുക, മനസ്സറിഞ്ഞ് പോയി വാങ്ങാന്ന് പറയാൻ പറ്റൂല. അതൊരു സെറ്റ് എടുത്ത് വെച്ചാൽ നല്ലതാണ്. ഞാൻ പണ്ട് എനിക്കൊരു സെറ്റ് എടുത്ത് വെച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ അത് പിന്നെ വേറെ ആക്കി യൂസ് ചെയ്തു. വെറുതെ രസത്തിന് വേണ്ടി എടുത്താണ്. എനിക്ക് രസകരമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അത് എടുക്കാൻ വേണ്ടി ചെന്നപ്പോ. ഞാനൊരു കോഴിക്കോട് നിന്ന് ടൗണിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഒരു ടെക്സ്റ്റൈൽസിന് മുമ്പിൽ എത്തുമ്പോൾ ഞാനത് വാങ്ങി വെക്കുന്നതിന് വേറെ കുറെ നിയത്തുണ്ടായിരുന്നു. അന്നൊരു പിന്നെ അതിങ്ങനെ വാങ്ങി വെക്കുമ്പോൾ നമുക്കൊരു മരണഭയവും തെറ്റ് ചെയ്യാതിരിക്കാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. മയ്യത്ത് നമ്മുടെ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഒരു ഡ്രസ്സ് വൈറ്റ് ഇങ്ങനെ കർപ്പൂരവും ഒക്കെ എടുത്തു വെച്ചാൽ ഒരു സന്തോഷല്ലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് അന്നത്തെ കാലം എനിക്ക് തോന്നുന്ന ഒരു 10 years ബാക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്ന്, അപ്പൊ അവിടെ ഭയങ്കര ബഹളാണ്, ആളുകളൊക്കെ തമാശയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് വലിയ സൗണ്ടിൽ തന്നെ പറയുന്നത്, ഒരു കഫം പുടവ വേണമെന്ന്. അതിലെല്ലാരും സൈലന്റ് ആയി അല്ലെ? എന്താ സൈലന്റ് ആവാൻ കാരണം? പരോ ഈ നാട്ടിൽ മരിച്ചിട്ടുണ്ട്. കാരണം അവിടെ ആരെങ്കിലും കഫം പുടവ വാങ്ങാൻ വരുന്നുണ്ട്, നാട്ടിലാരും മരിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ. ഒരാൾ എല്ലാരും ചിരിക്കുന്നതൊക്കെ മിണ്ടാതായി, എല്ലാരും ഉണ്ടെങ്കിൽ നോക്കണ്ട. ഒരാളിന്റെ അടുത്തേക്ക് വന്ന് എന്നിട്ട് ചോദിച്ചു, ആരാ മരിച്ചേ? ഓക്കെ, ആരാ മരിച്ചത്, എവിടെയാന്ന് ചോദിച്ചു. ഏത് മഹല്ല, എവിടെ മരിച്ചു? ഞാൻ പറഞ്ഞു ആരും മരിച്ചിട്ടൊന്നുമില്ല. ഒരു കിളി മാറിപ്പോവാന്ന് പറയില്ലേ, അയാൾക്കൊരു അത് മനസ്സിലായില്ല. എന്താ, ആരും മരിച്ചിട്ടില്ല. പിന്നെ അത് ആർക്കാ വാങ്ങണേ? അത് എനിക്ക് തന്നെയാണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം എന്താ, ചാവാൻ പോവാ, മരിക്കാൻ പോവാ? ഒന്നുമല്ല, ഒരു തർബീയത്തിന് വേണ്ടി വാങ്ങി വെക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. എന്നാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് തരാനൊക്കെ അവർക്ക് ഒരു മടിയായിരുന്നു അല്ലെ? എന്നാലും അത് തന്നു. അന്നത്തെ 650 രൂപക്ക് 3 തുണിയും കർപ്പൂരം ഒക്കെ ആയി സെറ്റ് ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി അലമാര വെച്ച് ഞാൻ പൂട്ടിയിരുന്നു. പക്ഷെ പിന്നീട് ഒരാൾക്ക് അത് എടുത്ത് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. ഇനി എന്തായാലും ഞാൻ എടുക്കലുണ്ടാവില്ല, പക്ഷെ വേറെ ആരെങ്കിലും ആയിരിക്കും എടുക്കുക. നിങ്ങൾക്കൊക്കെ നിങ്ങളായിരിക്കും എടുക്കുക, വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലെ? ഏതായാലും ഇൻഷാ അല്ലാ പിന്നെ എന്തായാലും നമ്മൾ മരിക്കണം അല്ലെ? നമ്മൾ മരിക്കുമ്പോഴുള്ള നമ്മുടെ എടുക്കുന്ന ഡ്രസ്സ് നമ്മുടെ സെലക്ഷൻ തന്നെ ആയിക്കോട്ടെ എന്ന് വെക്കാലോ അല്ലെ? എന്താ മനസ്സിലാവുണ്ടാവോ? ഓക്കെ. ഏതായാലും മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹലാലായിട്ടുള്ള അള്ളാഹ് അനുവദിച്ചിട്ടുള്ള
ബാധ്യതകളും കടമകളും ഒക്കെ നമ്മൾ ചെയ്യുക. ദുരാചാരങ്ങളിലേക്ക് പോകാതിരിക്കുക. ദുരാചാരങ്ങൾ ഒരുപാടുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡ്രംസും DJ ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ മയ്യത്തിനെ കസേരയിൽ ഇരുത്തിയിട്ട് പല്ലൊക്കെ തേച്ചു കൊടുത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരുത്തിയിട്ട് മയ്യത്തിനെ ചിരിപ്പിച്ചാണ്ടാക്കിയിട്ട് എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടുന്ന കൾച്ചറുണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരും ഇനിയിപ്പം കുറെ ഓരോന്നിങ്ങനെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ ഇതേ വരാനുള്ളൂ. ചില വീട്ടിൽ ഭയങ്കരമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ചിക്കനും മട്ടനും ഭയങ്കര ഫുഡൊക്കെ ഉണ്ടാക്കും മരിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള പല പല തരത്തിലുള്ള ദുരാചാരങ്ങളും ഉണ്ട്. അതിന്നൊക്കെ മാറി ശരിയായ രീതിയിൽ ഉള്ള നമുക്ക് വേണ്ട എന്താ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ഒരു മയ്യത്തിനോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം. രണ്ടാമത്തെ ഉത്തരവാദിത്വം ആ മയ്യത്ത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് നാറും. ഏത് മയ്യത്തായാലും എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ സിക്സ് പാക്ക് ഉള്ളവനായാലും ഇനി ഫാമിലി പാക്ക് ഉള്ളവനായാലും ഒക്കെ അവൻ്റെത് ബോഡി നാറി ആ അയൽവാസികൾക്കൊന്നും അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിത്തിൻ 1 hour മണ്ണിന്റെ അടിയിലേക്ക് ആ ശരീരത്തെ എത്തിക്കുക എന്നുള്ളതാണ് ആ മയ്യത്തിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് ഇങ്ങനെ ഐസിലിട്ട് വെച്ചിട്ട് ഒരു വാപ്പ ഒരു മോനെ അമേരിക്കയിൽ നിന്ന് വരാനുണ്ട്, ഒരു മറ്റോനെ അന്റാർട്ടിക്കയിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മയ്യത്ത് കാണൽ എന്നുള്ളത് ഫർളായ കാര്യമല്ല, സുന്നത്തുമല്ല. അത് മയ്യത്ത് ഈസ് ഡെഡ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ കാര്യം കഴിഞ്ഞു. ഇത്രേ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3 പേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം. ജവഹർ. മയ്യത്ത് വീട്ടില് ഖുർആൻ ഓതാൻ പറ്റോ? ഖുറാന് മയ്യത്ത് വീട്ടിൽ ഓതാം, പിന്നെ കല്യാണ വീട്ടിൽ ഓതാം, പിന്നെ സൽക്കാര വീട്ടിൽ ഓതാം. എല്ലാ വീട്ടിലും ഖുറാൻ ഓതാം. ഖുറാൻ എല്ലായിടത്തും ഓതാലോ. ഖുറാൻ എന്തിനാ ഓതുന്നതിന് എന്താ തെറ്റ്? അല്ല ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ അല്ലേ പിന്നെന്താ? പിന്നെ ലീവ് ചെയ്യട്ടെ ചോദിക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ എല്ലാരും ലീവ് ചെയ്യുന്നല്ലേ? നീ ആയിട്ട് സ്വന്തമായിട്ട് ലീവ് ചെയ്യുന്നു. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ദുആയില് പങ്കെടുത്ത് ലീവ് ചെയ്താൽ പോരെ? എൻ്റെ അടുത്ത് തിരക്ക് എന്താ വെച്ചാല് നമ്മൾ 7:45 എന്ന് പറഞ്ഞുകൊണ്ട് 45 കഴിഞ്ഞാൽ പിന്നെ മുമ്പിൽ ഇരിക്കൂല. പങ്ക്ച്വാലിറ്റിയാണ്. ഓക്കെ ശരി. അപ്പൊ എന്നാല് പിന്നെ അത് ജവഹർ തെറ്റിദ്ധാരണയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഉദ്കുറു മഹാസിന മൊത്തമല്ല, മരണാസന്നർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. മരിക്കാനായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളത്. പിന്നെ യാസീൻ ഓതാൻ പറഞ്ഞത് ഡെഡ് ബോഡിക്കല്ല. ഡെഡ് ബോഡിക്ക് യാസീൻ ഓതുന്നത് കുറെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഡെഡ് ബോഡിക്ക് അല്ല യാസീൻ ഓതുന്നുണ്ട്. ഒരാൾ മരിക്കാനൊക്കെ ആയി, ലൈഫിന്റെ എൻഡ് ആവുമ്പോ യാസീന് പിന്നെ എന്ത് ചെയ്യണം? യാസീൻ അയാൾ ഓതുകയും മരിക്കാനായാലും അയാൾ ഓതുകയും ചെയ്യണം. കാരണം യാസീൻ പരലോക ജീവിതത്തെ പറ്റിയും അവിടുത്തെ രക്ഷാശിക്ഷകളെ പറ്റിയും ഒക്കെ ധാരാളമായിട്ട് യാസീൻ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനും കൂടിയാണ് യാസീൻ ഓതാൻ പറയുന്നത്. ഓക്കെ, മയ്യത്തിന് യാസീൻ ഓതി കൊടുക്കുക. പിന്നെ മയ്യത്ത് ഖബറടക്കിയ ശേഷം ഖബറിന്റെ മേലെ ബംഗാളികൾക്ക് കോൺട്രാക്ട് കൊടുത്തിട്ട് ഓതിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ബംഗാളിയല്ല, ബീഹാരികളൊക്കെ. ഉസ്താദ് കുട്ടിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഗുഡ്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഖബറിങ്ങിലൊക്കെ പോയിട്ട് ഒരു പന്തലൊക്കെ കെട്ടിയിട്ട് 1000 യാസീൻ 1000 യാസീൻ ഒരാൾക്ക് 500 വെച്ചിട്ട് കൊടുക്കും, 10 ആളെ വെച്ചിട്ട്. അപ്പൊ എത്രയായി? 10,000 യാസീൻ. അപ്പൊ ഇതൊക്കെ ആ മരിച്ച ആളുടെ ഖബറിൽ കിട്ടുമെന്നുള്ള വിശ്വാസമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതൊന്നും ചെയ്യേണ്ട കാര്യങ്ങളാവുന്നതല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഫമൻ യാമിൽ, ഖുർആൻ അത് കൃത്യമായിട്ട് പറഞ്ഞു. ഫമൻ യാമിൽ മിസ്കാല ദറത്തിൻ, നിങ്ങൾ പറ ഖൈറൻ യറ, മിസ്കാല ദറത്തിൻ ശർറൻ യറ, ഖൈറൻ യറ ശർറൻ യറ. ഒരാൾ എത്ര ഖൈർ ചെയ്യണോ, ഒരു അണുവളവ് മൈക്രോ പോയിന്റ് ആണെങ്കിലും അത് അയാൾക്ക് ഉണ്ടാവും. വേറെ ആൾ ചെയ്യുന്നു അത് അയാൾക്ക് ഉണ്ടാവും. ഓക്കെ, ഏതായാലും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നിറക്കാൻ നോക്കുക. നമ്മൾ അമലുകൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ടുള്ള അമലു സ്വാലിഹാത്ത്, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ദുആ ചെയ്യാം. ഞാൻ അങ്ങനെ കൈ വെച്ചേ, നീ കുറച്ചു നേരം ഇങ്ങനെ വെച്ചേ, ദുആ ചെയ്യാം. അള്ളാഹുവെ നല്ല മനുഷ്യനാക്കണേ അള്ളാഹ്. എല്ലാവരോടും സലാം പറയുന്ന, സലാം അടക്കുന്ന ആളാക്കണേ അള്ളാഹ്. അള്ളാഹുവെ രോഗസന്ദർശനമൊക്കെ ചെയ്യാനും രോഗികൾക്ക് ആശ്വാസം നൽകാനും സാന്ത്വനമാകാനും ഒക്കെ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അള്ളാഹുവെ ജനാസയുമായിട്ട് മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇത്തരം കർമ്മങ്ങളൊക്കെ, ഉത്തരവാദിത്തങ്ങളൊക്കെ ധൈര്യം വേണം. അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ധൈര്യം വേണം. മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ ധൈര്യം വേണം. മയ്യത്താണല്ലോ അല്ലെ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ധൈര്യം നൽകണേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ ഖുർആൻ പാരായണമൊക്കെ കബൂൽ ചെയ്യണേ അള്ളാഹ്.
ഞങ്ങളെ ശരിയായ വഴിയിലൂടെ നടത്തണേ അല്ല, തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങൾ മാറ്റണേ അല്ല, ഞങ്ങളുടെ മനസ്സ് നന്നാക്കി തരണേ അല്ല, കുടുംബ ബന്ധങ്ങൾ ചേർക്കണേ അല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. اللهم ربنا تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം. വലൈക്കും അസ്സലാം. ക്യൂസ് ചെയ്യാത്തവര് ചെയ്തോളൂ കേട്ടോ. ഗ്രൂപ്പിൽ എൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്, ചെയ്തോളൂ. ഇഷാക്ക് പള്ളിയിൽ പോകാനുള്ളവർ പള്ളിയിൽ പോവുക, ഖുർആൻ ഓതുന്നവർ ഓതുക. ഇൻഷാ അല്ലാഹ്.